മലയാളത്തിൽ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ 6-ന് ആവേശകരമായ തുടക്കം. കഴിഞ്ഞ 5 സീസണുകളിലേതുപോലെ മോഹൻലാൽ തന്നെയാണ് ഇക്കുറിയും അവതാരകൻ. 2 കോമണർ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ 19 മത്സരാർത്ഥികളാണ് ആദ്യ ദിനം ഹൗസിലേക്ക് കയറിയിരിക്കുന്നത്. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ 6-ൽ വരും വാരങ്ങളിൽ എന്തൊക്കെ ആവേശകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ഷോയുടെ ആരാധകർ. ഈ സീസണിലെ 19 മത്സരാർത്ഥികളെക്കുറിച്ച് അറിയാം. യമുന റാണി. സീരിയൽ സിനിമ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടാത്ത ആളാണ് യമുന റാണി. ഒരു കാലത്ത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി നിറഞ്ഞു നിന്നിരുന്ന താരത്തിന്റെ ഫിലിമോഗ്രഫിയിൽ മീശമാധവൻ, പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെയുണ്ട്. കരിയറിൽ ഏറെ ശ്രദ്ധ നേടിയ സമയത്താണ് യമുന അഭിനയ രംഗത്തു നിന്നും ഇടവേളയെടുത്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് യമുന. അൻസിബ ഹസൻ. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ മൂത്ത മകൾ എന്ന പരിചയപ്പെടുത്തൽ മാത്രം മതിയാവും. എത്ര കാലം കഴിഞ്ഞാലും ഈ നടിയെ പരിചയപ്പെടുത്താൻ. കോഴിക്കോട് സ്വദേശിയായ അൻസിബ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ടെലിവിഷൻ അവതാരകയായി വന്നതിന് ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത്. ജിൻഡോ. പേര് കേട്ട സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ. IPS ഓഫീസർമാർക്കും നിരവധി സിനിമാ താരങ്ങൾക്കും ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ മാർഗദർശിയാണ് ജിൻഡോ. മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിൽ താരങ്ങളടക്കം നിരവധി പേരാണ് പരിശീലനം നടത്തുന്നത്. ഋഷി S. കുമാർ എന്ന യഥാർത്ഥ പേര് കേട്ടാൽ മനസ്സിലാവാത്തവർക്കും മുടിയൻ എന്ന് കേട്ടാൽ മനസ്സിലാവും. അതെ, ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെ പ്രേക്ഷകപ്രിയം നേടിയ അഭിനേതാവ് ഋഷി സീസൺ 6-ലെ ഒരു മത്സരാർത്ഥിയാണ്. നർത്തകനെന്ന നിലയിൽ പേരെടുത്തതിന് ശേഷമാണ് ഋഷി നടനാകുന്നത്. D4 ഡാൻസ് എന്ന ഷോയിലൂടെയായിരുന്നു ഋഷി നൃത്തത്തിലെ പ്രാവീണ്യം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ജാസ്മിൻ ജാഫർ. സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പേർക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ. ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെയാണ് ജാസ്മിൻ താരമായി മാറുന്നത്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ ജാസ്മിനുണ്ട്. ഒപ്പം തന്നെ 1/2 മില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. ഫാഷൻ, ബ്യൂട്ടി ടിപ്പുകൾ, സാമൂഹ്യ സേവനം ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സിജോ ജോൺ. സോഷ്യൽ മീഡിയയിൽ അതാത് സമയങ്ങളിൽ ലൈവായി നിൽക്കുന്ന വിവിധ വിഷയങ്ങളിലെ റിയാക്ഷൻ വീഡിയോകളിലൂടെ സിജോയെ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. പല ബിസിനസ്സിലും ഭാഗ്യം പരീക്ഷിച്ച് കൈപൊള്ളിയിട്ടുള്ള സിജോ കോവിഡ് കാലത്താണ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയതും അവ ജനപ്രീതി നേടിയതും. വ്ളോഗിന് പുറമെ മോഡലിംഗിലും ഫിറ്റ്നസ്സിലും തൽപരനാണ് സിജോ. ശ്രീതു കൃഷ്ണൻ എന്ന പേര് കേട്ടാൽ മനസ്സിലാവാത്തവർക്കും അലീന ടീച്ചർ എന്ന് കേട്ടാൽ ആളെ മനസ്സിലാവും. ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പര അമ്മയറിയാതെയിലൂടെയാണ് ശ്രീതു ജനപ്രീതിയുടെ ഉയരങ്ങളിൽ എത്തുന്നത്. എറണാകുളം സ്വദേശിയാണ് ശ്രീതു. ചെന്നൈയിലെ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരുന്നു വിദ്യാഭ്യാസ കാലം. ശേഷം ചെന്നൈയിലെ തന്നെ എതിരാജ് കോളേജ് ഫോർ വുമണിൽ നിന്നും ബിരുദവും നേടി. ജാൻമോണി ദാസ്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസമിലെ ഗുവാഹത്തിയിൽ ജനിച്ച ജാൻമോണി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ്. കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ജാൻമോണിയുടെ ജനനം. വിഖ്യാത ഗായകൻ ഭൂപൻ ഹസാരിക ബന്ധുവാണ്. മോഹൻലാൽ, മഞ്ജു വാര്യർ, നസ്രിയ നസീം, നേഹ സക്സേന, രഞ്ജിനി ഹരിദാസ്, ശോഭ വിശ്വനാഥ്, സാനിയ അയ്യപ്പൻ എന്നിങ്ങനെ നീളുന്നു ഇന്ന് വിനോദ വ്യവസായ മേഖലയിലെ ജാൻമോണിയുടെ ക്ലയന്റ് ലിസ്റ്റ്. ശ്രീരേഖ. കുട്ടിക്കാലത്തെ കലാഭിരുചി പ്രകടിപ്പിച്ചിരുന്ന ശ്രീരേഖയ്ക്ക് കലോത്സവമാണ് പ്രകടനങ്ങൾക്കുള്ള ആദ്യ വേദി നൽകിയത്. പിന്നീട് സീരിയലുകളിലും സിനിമകളിലെ ചെറുവേഷങ്ങളിലും അഭിനയിച്ചു. സൈക്കോളജിയിൽ ബിരുദ പഠനത്തിനു ശേഷം താരം ശിശുക്ഷേമ സമിതിയിൽ സൈക്കോളജിസ്റ്റായും പ്രവർത്തിച്ചു. അക്കാലത്ത് ടിക്ടോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഷെയ്ൻ നിഗം നായകനായ വെയിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടി. അസി റോക്കി. ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരുന്ന ആദ്യ ടാറ്റു ആർട്ടിസ്റ്റ്. തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി. ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇങ്ക് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ്. കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ, റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൂടിയാണ്. അപ്സര രത്നാകരൻ. സീരിയൽ പ്രേക്ഷകർക്കിടയിൽ സാന്ത്വനത്തിലെ ജയന്തിയെ അറിയാത്തവരുണ്ടോ?
മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സീരിയലുകളിലൊന്നായ സാന്ത്വനത്തിലെ ജയന്തിയെ അവതരിപ്പിച്ച അപ്സര ബിഗ് ബോസിലേക്കും എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തുകാരിയായ അപ്സര മോഡലിംഗിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. ഗബ്രി ജോസ്. അങ്കമാലി സ്വദേശിയായ ഗബ്രി ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ്. റേഡിയോ ജോക്കിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിനായകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറി. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു ഗബ്രിയുടേത്. കോഴിക്കോട് സ്വദേശിയായ നോറ മുസ്കാൻ ഡിജിറ്റൽ ക്രിയേറ്ററാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ട്രാവലർ, മോഡൽ ഇങ്ങനെയൊക്കെ നോറയെ പരിചയപ്പെടുത്താം. ഷൈബൽ സാദത്ത് എന്നാണ് നോറയുടെ യഥാർത്ഥ പേര്. അർജുൻ ശ്യാം ഗോപൻ. 2020 മിസ്റ്റർ കേരള. മോഡലിംഗ് എന്നത് അർജുനെ സംബന്ധിച്ച് ഒരു പാഷനാണ്. ഒരു ജൂഡോ പ്ലെയർ കൂടിയായ അർജുൻ ആ ഇനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിച്ചിട്ടുമുണ്ട്. സുരേഷ് മേനോൻ. ഭ്രമരം എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ഉണ്ണികൃഷ്ണൻ എന്ന മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ. മുംബൈ മലയാളിയായ ഇദ്ദേഹം 60-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഏറെയും ഹിന്ദിയിൽ. ശരണ്യ ആനന്ദ്. ശരണ്യ ആനന്ദ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പോലും കുടുംബവിളക്കിലെ വേദികയെന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല. ബിഗ് സ്ക്രീനിലും ഇതിനകം നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ശരണ്യ ഒരു മികച്ച നർത്തകിയുമാണ്. രതീഷ് കുമാർ. ടെലിവിഷൻ അവതാരകൻ, ഗായകൻ, നടൻ തുടങ്ങിയ വിശേഷണങ്ങൾക്ക് പുറമെ മിമിക്രി കലാകാരൻ കൂടിയാണ് രതീഷ്. തൃശൂർ സ്വദേശി. നിഷാന എൻ. ഇത്തവണത്തെ കോമണർ മത്സരാർത്ഥികളിൽ ഒരാൾ. കോതമംഗലം സ്വദേശിയും 3 മക്കളുടെ അമ്മയുമായ നിഷാനക്ക് യാത്രകൾ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ. ട്രക്കിംഗ് ഫ്രീക്കി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയ. റസ്മിൻ ബായ്. മറ്റൊരു കോമണർ മത്സരാർത്ഥി. സെന്റ് തെരേസാസ് കോളേജിൽ കായികാധ്യാപികയും ബൈക്ക് റൈഡറുമാണ് റസ്മിൻ. കൊച്ചി സ്വദേശി. അറിയപ്പെടുന്ന ഒരു കബഡി താരവുമാണ്. കബഡിയിലുള്ള താൽപര്യത്തിലാണ് +2 ശേഷം റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് തിരിഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.